ചിന്നുവേ നീ ഇപ്പം ആര് വരുമെന്തോ. എടി ചിന്നു, ചിന്നു എന്തേട്ടാ ഇങ്ങോട്ടൊന്ന് വാടി. എന്തിന് നീ വിളിക്കാൻ പോണു. എന്തേട്ടാ ആടി ചിന്നച്ചിന്റെ ആശ ചിറകടിക്ക് ചിന്നു. ഇതിനെ എന്നെ വിളിച്ചു വരുത്തിയത്. ഇങ്ങോട്ടോ ഞാൻ ഒരു സൂത്രം തരാണ്. എത്ര നേരമായിട്ട് നടക്കണം നിനക്ക് എല്ലാം അറിയാമോ? ഗ്യാസിൽ പാല് വെച്ചേക്കണം. എന്തോ ചേട്ടാ ഇങ്ങോട്ടോ പാലൊക്കെ അവിടെ പറയട്ടടി. ഇങ്ങോട്ട് വന്നാണ് നീ. പറയടി. തൃപ്തിയായല്ല. ഞാൻ എന്ത് ചെയ്തടി? ചേട്ടന് സ്ഥലവും കാലവും ബോധമൊന്നും ഇല്ല ചേട്ടാ. സ്ഥലവും കാലവും മക്കളെ സോറി മക്കളെ. അയ്യ അങ്ങനെ അച്ഛൻ ചേക്കണമല്ലൊന്നുമില്ല. നടക്കിട്ട് മക്കളെ. കുഴപ്പമില്ലടാ. ഇത് ആണം കിടത്തിയല്ല. റിങ്കി റിങ്കി ആ പാടിയോടെ എന്താ പറ്റി? എന്ത്? നീ വാ അടുക്കള എന്നെ ഒന്ന് സഹായിക്കും. ഈശ്വര ഞാൻ പണിയെടുത്ത് മരിക്കും. അവിടെയും പണി ഇവിടെയും പണി. ആടോടി അപ്പച്ചി നമുക്ക് ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയല്ലോ. നന്നായി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണല്ലോ നീ ഐഡിയ പറയണത്. അപ്പൊ ഇതൊക്കെ ആര് കഴിക്കും? അപ്പൊ ഇനി ഉണ്ടാക്കാൻ പറ്റൂലല്ലേ? നമുക്ക് അടുത്ത ആഴ്ച വല്ലതും നോക്കാം. ആ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് കൊഞ്ച് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം. എപ്പം നോക്കിയോളൂ എർത്തിനെയും കൊണ്ടാ നിൽക്കുള്ളല്ലോ. എടി നീ ഐഡിയ ഒക്കെ പറഞ്ഞല്ല, നിന്നെ ഈ ഭാഗത്തോട്ട് കാണാനില്ലല്ലോ സഹായിക്കാൻ. കൊഞ്ച് വാങ്ങിക്കുകയാണെങ്കിൽ തൊലിക്കുന്ന നേരം ഞാൻ ഏറ്റു, പിന്നെ കഴിക്കുന്നത്. ഓക്കെ ശരി ശരി. ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു സ്ഥലം ഇല്ല ഈ വീട്ടിൽ. ഇത്രയും മതിയാ ക്യാരറ്റ്? ഒരു ടൊമാറ്റോ കൂടെ വേണം. ഓ എന്ത്? അല്ല ഞാൻ അതാണ് ചോദിക്കുന്നത്. എന്ത് എന്താണ് ഇവിടെ പരിപാടി? എന്തിന് ഭാര്യ വായി നോക്കുവാണ്. ആര്? ആരെന്നാ? ദൈവമേ, ഭാര്യ വായി നോക്കണ ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നു. എന്നെ ഭാര്യ ഇനി നോക്കിക്കൂടെ? ഞാൻ ഇനി നോക്കും. നോക്കോ? കാര്യം പറ. എന്താണ്? തേങ്ങാക്കൊല എണിച്ചു പൊടി. പോലെ അതെ, റാമ്പുകൾ എത്ര നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അതിന് നീ ചിരിക്കണേ? അല്ല, ഒളിഞ്ഞു ചോദിക്കൊണ്ടൊക്കെയായിരുന്നു. അപ്പച്ചി എന്നെ അതിനിപ്പോ എന്ത്? അതിനിപ്പോ എന്തെന്നാ? ഓ അതിന് ഒളിഞ്ഞു നോക്കണം. എന്തിനാ ഇങ്ങനെ നേരം ഒന്ന് നോക്കിയപ്പോ? അപ്പച്ചി എന്ത് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പോയതായിരിക്കും. അത് തന്നെ. പക്ഷെ അങ്ങനല്ല, പിന്നെ ഒരു ഉഡായിപ്പ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു മുഖത്ത്. അത് നീ ഉടായ്പായോണ്ട് നിനക്ക് തോന്നണാണ്. ചുമ്മാ ഇരിക്കണ ചേട്ടനെ പറ്റി വെറുതെ പറയണോ? ഭാര്യയും ഭർത്താവും ഒന്നാണല്ലേ? അല്ല, നമ്മൾ രണ്ടാവാം. എന്ത് കൃമി? ഞാൻ പോണം. പോവാൻ വരട്ടെ. ഇതൊന്ന് കട്ടി ബാക്കി. എനിക്ക് വയ്യ, കൈ വയ്യ. ഓ അത് വരണം. കുത്തു വെച്ച് വേണം. ഒരു ജോലിയില്ല സാധനം. ആര് വിളിച്ചവളെ തന്നെ? ചുമ്മാ എനിക്ക് ഇങ്ങനെയൊക്കെ മടക്കം അറിയാമോ? പറഞ്ഞോളാം. ഞാൻ വെച്ചാൽ നീ വെറുതെ ഫോണും നോക്കിയുള്ള ഇരിപ്പ് മാത്രമേ ഉള്ളൂ. നിനക്ക് ഇങ്ങനത്തെ സ്കില്ലൊക്കെ ഡെവലപ്പ് ആയല്ലേ? പിന്നെ ഇങ്ങനെ പഠിച്ചതൊക്കെ? അതെ, എന്റെ അമ്മ മടക്കനായിട്ട് പഠിച്ചാണ്. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ഇനി തൊട്ട് ഈ വീട്ടിൽ തുണി മടക്കുന്നത് നീ ചെയ്താൽ മതി കേട്ടാ. എന്തോന്നപ്പച്ച ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞപ്പോ? കുറച്ച് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് സ്കിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആയി വരുന്നത്. എനിക്ക് ഡെവലപ്പ് ആക്കണ്ട.
എന്നാലും ഇതും അതും കൂടെ അതെന്ത് വരാത്ത എനിക്ക് അറിഞ്ഞു പറ്റിപ്പാണ്. എന്തോ ചേട്ടാ മകളെ മടക്കടി. കോക്കറി അടിക്കണെന്റെ കാര്യം പറ. നീ ഒന്ന് വാടി ചിന്നു. എന്തിന് എന്തിനു? അങ്കളെ എന്തോ അങ്കളെ കാര്യം എന്തോ പറ അങ്ങോട്ട്. ഒരു കാര്യം ഉണ്ടെങ്കിൽ വാടി ഇങ്ങോട്ട് വാടി. ഞാൻ അവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? എടി നീ ഒന്ന് വാടി, നീ ഒന്ന് വിളിക്കല്ലോ ഒരുത്തം കിടന്ന്. എന്ത് കാര്യം പറ. നിന്റെ കുഴപ്പം എന്താണ്? നീ ഇതാണ് ഇപ്പൊ എപ്പോഴും ഒട്ടിയിരിക്കുന്നത്. പൊട്ടിരിക്കണ എത്ര ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അവളെന്നെ സഹായിച്ചോണ്ടിരിക്കല്ലേ. ചേട്ടൻ എന്തോന്ന് ചേട്ടാ? ഇവള് സഹായിക്കല്ലേ, ഇവള് നിന്നെ ഉപദ്രവിച്ചോണ്ടിരിക്കണം. നീ അത് തിരിച്ചറിയാതെ പോയി. നീ അയ്യോ പാവം തുണി മടക്കിക്കൊണ്ടിരിക്കണ അവളോ. എന്തോ ചേട്ടാ ചേട്ടന് നീ തിന്നണ്ട. തിന്നണ്ടെന്നാ നീ ഒന്ന് വാടി, നീ ഒന്ന്. ചേട്ടാ എന്തോന്ന് വേണമെന്ന് പറയാട്ടാ. എന്റെ പേഴ്സ് വേണം. അത്രേ ഉള്ള അത് ആ ഷെൽഫിലുണ്ട്, പോയി എടുത്തോ. എടുത്തോ. അങ്ങോട്ട് പോയി എടു ചേട്ടാ. അപ്പച്ചൊരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ എന്തോ അങ്കളെ. നിനക്കെന്തടി? നിന്നെ ഞാൻ എന്ത് ചെയ്തു? നീ ഒന്ന് ചുമ്മാ ഇനി വായി വെച്ചോളൂ. നീ ഇത്തിരി ഒരു പാടച്ചു പോയി. പേഴ്സ് ഞാൻ എടുത്ത് തന്നാ മതിയാ? നീ എടുത്താ. നീ എടുത്താ എടി. അയ്യേ അതൊന്നും പറ്റില്ല. നീ തുണി മടക്ക്. എന്നാ പോയിടും. ചേട്ടൻ ചേട്ടാ ചേട്ടോട്ട് സഹായിക്കും. ഇത് വിധിയാണ്. ഒരു തരത്തിൽ കൂടെ നീ സമ്മതിക്കണില്ലല്ലേ? എന്താണ് ഇങ്ങർക്ക്? എനിക്ക് അറിഞ്ഞൂടെ അങ്കളെ. എന്താങ്കളെ ഇപ്പോൾ എന്താണ് ചെയ്യണേ? ചേട്ടാ തുണി മടക്കണ ചേട്ടാ. മടക്കിയ മടക്കിക്കൊണ്ടിരിക്കണ്. നല്ല മടക്കി എല്ലാം മടക്കി. മനുഷ്യനായ ബോധം അല്ലെങ്കിൽ ബുദ്ധി വേണം. ബുദ്ധി. എന്താണ് പ്രശ്നം? എന്താണ് ഇങ്ങനെ? ഇങ്ങനെ ഇപ്പൊ പേഴ്സ് വേണ്ടേ? മടക്കണി അങ്ങോട്ട്. എന്ത് ഭംഗിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ടറിയോ. ഒന്നുകൂടെ മടക്കണം. കിടന്ന വലിയ എനിക്ക് വയ്യ. എനിക്ക് ശല്യം. അങ്കളെ പേഴ്സ് കൊണ്ട് പേടി. അങ്കളല്ലേ പേഴ്സ് ചോദിച്ചേ? ഞാൻ നിന്നോട് ചോദിച്ച. എന്റെ അടുത്ത് ചോദിച്ചില്ല. ആരെടുത്താലും പേഴ്സ് കിട്ടിയാ പോരെ. നീ ദേവി എന്റെ പേഴ്സ് കൊണ്ടുപോയി. എനിക്ക് വായിട്ടളിക്കാൻ. എന്റെ പൊന്നങ്ങളെ ഇങ്ങോട്ടോക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടോ. അങ്കളിന് ഭ്രാന്താണോ? നിനക്ക് ഭ്രാന്താടാ. നീ എന്തിനാ എന്റെ പുറകെ നടക്കണത്? നീ അവളെ പുറകെ പറഞ്ഞാണെന്നില്ല. അതുപോലെ നീ എന്റെ പുറകെ കൂടെ നടക്കണോ? മനുഷ്യനെ വെറുതെ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അവൻ എന്തിനു വഴക്കം പറഞ്ഞിട്ട് പോയത്? എന്റെ പൊന്നപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ഞാനും ഒപ്പച്ചും കൂടെ തുണി മടക്കിക്കൊണ്ടിരുന്നപ്പം അങ്ങേര് ഒന്ന് പേഴ്സ് ചോദിച്ചു. ഇപ്പൊ ഞാൻ പേഴ്സ് കൊണ്ടുവന്ന് കൈ കൊടുത്തപ്പോ പറയണു എനിക്ക് വേണ്ട, നീ എടുത്തോണ്ട് പോന്ന് പറഞ്ഞു. എന്നെ വഴക്കുറഞ്ഞു. എന്തൊന്ന് മോനപ്പൂ അപ്പൂന്റെ? നീ ചിന്നുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അപ്പച്ചിയായിട്ട് ഒരു പ്രശ്നമല്ല. ഇത് വേറൊന്നുമല്ല, മുഴുത്ത ഭ്രാന്താണ് അങ്ങേർക്ക്. അയ്യോ എനിക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇവന്റെ കാര്യം